JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. PSCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏജ് ലിമിറ്റ് 18 അതുപോലെ തന്നെ 45 ഏജ് ലിമിറ്റ് വരുന്ന തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഗസറ്റ് ഡേറ്റ് 30/4/2025 ആണ് ലാസ്റ്റ് ഡേറ്റ്. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി 4/6/2025 ആണ്. കാറ്റഗറി നമ്പർ 21/2025. പാർട്ട് 1 ജനറൽ കാറ്റഗറിയാണ്. നെയിം ഓഫ് കൺസേൺ കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് വാച്ച്മാൻ ആണ്. സ്കെയിൽ ഓഫ് പേ 16,500 37,500 ആണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് 1 ആണ്. ഇവിടെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഇവിടെ ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക, ഏജ് ലിമിറ്റ് 18 to 40 ആണ് ഇവിടെ ജനറൽ കാറ്റഗറി ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ OBC-കാർക്ക് 43 വയസ്സ് വരെയും SC/ST-കാർക്ക് 45 വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ജനറൽ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം 2/1/1985 ആൻഡ് 1/1/2007 ബോത്ത് ഡേറ്റ്സ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് പാസ് ഇൻ സ്റ്റാൻഡേർഡ് 7 ആണ്. കൂടാതെ നോളജ് ഓഫ് സൈക്ലിംഗും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഏജ് ഓവർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷനുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ഏതാണെന്ന് നോക്കാം. അടുത്തത് ഗസറ്റ് ഡേറ്റ് 30/4/2025 ആണ്. ലാസ്റ്റ് ഡേറ്റ് 4/6/2025 ആണ്. കാറ്റഗറി നമ്പർ 13/2025. ഡിപ്പാർട്ട്മെന്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ ആണ്. സ്കെയിൽ ഓഫ് പേ 37,400 79,000 ആണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. ഇവിടെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഇവിടെ ഏജ് ലിമിറ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 19 to 44 ആണ് ഇവിടെ ഏജ് ലിമിറ്റ്. അതായത് SC/ST-കാർക്ക് OBC-കാർക്കൊക്കെ അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. അപ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം 19 to 44 ആണ്. അതായത് 2/1/1981 ആൻഡ് 1/1/2006 ബോത്ത് ഡേറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് വിത്ത് യൂഷ്വൽ റിലാക്സേഷൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് അവർക്ക് അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് SSLC or its equivalent ക്വാളിഫിക്കേഷൻ ആണ്. കൂടാതെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ അപ്രോപ്രിയേറ്റ് ട്രേഡ് വിത്ത് 3-year experience in the trade after obtaining the certificate or national apprenticeship certificate in the appropriate trade with 1 year experience after obtaining the certificate ആണ്. diploma in the appropriate branch of engineering from a government or government recognized polytechnic or its equivalent qualification. ഇത് ഏതെങ്കിലും ഒന്ന് മതിയാവും SLC കൂടാതെ. അപ്പോൾ ഇവിടെ ഈ രണ്ട് തസ്തികകളാണ് പ്രധാനമായിട്ടും ഏജ് ഓവർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കൃത്യമായിട്ട് നോക്കി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. 4/6/2025 ആണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.